അപ്പം ഈ കൊല്ലത്തെ IFFK വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ? ബ്രോ പ്രതീക്ഷിച്ച് അത്രയൊക്കെ വന്നോ? ഇല്ല, ഞാൻ ഇന്നെത്തിയല്ലോ, പടങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2 ദിവസം കൂടി ഉണ്ടല്ലോ കാരണം. പിന്നെ കഴിഞ്ഞ 2 വർഷം വന്നതിനേക്കാളും എന്താ പറയുക, ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല തോന്നുന്നു, അറിയില്ല. നമുക്ക് ഇപ്രാവശ്യം കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ പ്രോഗ്രാംസിലും. ഇപ്പോൾ കൾച്ചറൽ പ്രോഗ്രാംസിലായാലും ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ കാതൽ എന്ന സിനിമ ഇപ്പം IFFK വന്നപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് തിയേറ്റർ റിലീസായപ്പോൾ തന്നെ സിനിമയ്ക്ക് നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് വന്നത് ഓഡിയൻസിനും കൂടിയും. അപ്പം ബ്രോയ്ക്ക് അത് കണ്ടപ്പോൾ എന്ത് തോന്നി? നമ്മുടെ സിനിമ വളരുന്നുണ്ടെന്നോ എന്താണ് അഭിപ്രായം? എന്താണ്? ഇല്ല, ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സബ്ജക്റ്റ്, നമ്മുടെ മനസ്സിലുള്ള സാധനം എന്താണോ അത് തന്നെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുക ഓഡിയൻസിന് എന്നുള്ള അതും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒന്നും കൂടിയും ഫ്രീഡം കിട്ടുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഇനിയും വരണം എന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ ജിയോ ബേബിയെ കാതലിൻ്റെ ഡയറക്ടർക്കുണ്ടായ ആ ഒരു ഫറൂഖ് കോളേജിലെ ഇൻസിഡൻ്റ് അറിഞ്ഞായിരുന്നു. അപ്പോൾ അത് നമ്മൾ മലയാളികളുടെ ഭാഗത്തു നിന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബ്രോയ്ക്കോ? അല്ല, നമ്മൾ ഒരു പ്രോഗ്രാമിനെ വിളിച്ചു വരുത്തി അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ പുള്ളി അവിടെ എത്തിയതിന് ശേഷമാണ് ഇത് അറിയുന്നത്. എന്തായാലും മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ. പുള്ളിക്ക് അങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്തായാലും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇനി അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും കൂടി കറക്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് 2 സൈഡും അറിയണമല്ലോ. IFFK വരുമ്പോൾ നമുക്ക് സിനിമ കാണുന്നതാണോ കൂടുതൽ ഇഷ്ടം, അതോ ഇവിടുത്തെ നമ്മുടേതായിട്ടുള്ള വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പാട്ട് പാടുക, അതാണോ കൂടുതൽ ഇഷ്ടം, അതോ സിനിമ കാണുന്നതാണോ? എനിക്ക് 2 ഇഷ്ടമാണ്. എന്നാലും കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക എന്നുള്ള രീതിയിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വരുന്നത്. പിന്നെ സിനിമ കാണുക, ഇവിടുത്തെ വൈബ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്പെഷ്യൽ തന്നെയാണ്. കൊത്തയിലെ പ്രകടനമൊക്കെ കണ്ടിരുന്നു, നല്ലതായിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? കൊത്തയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് കാണുന്ന ഫസ്റ്റ് പടം കൊത്തയാണ്. ഞാൻ ഇപ്പോൾ 3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റിലീസിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ബിഗിനറാണെന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് അങ്ങനെ ആയിരുന്നില്ല. നമ്മളെ ഒരു എന്താ പറയുക, വലിയൊരു ആർട്ടിസ്റ്റിനെ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യണം അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ സെറ്റിലും. അടിപൊളിയായിരുന്നു. ഇക്കായിട്ടുള്ള ഇതായാലും എല്ലാവരും അടിപൊളിയാണ് ആ സെറ്റിൽ. ഓക്കെ, താങ്ക്സ് ബ്രോ. പേരെന്താ? ലീസ്റ്റോലീനസ്. എവിടെ നിന്നാണ് വരുന്നത്? കോട്ടയം. IFFK എല്ലാ കൊല്ലം വരാറുണ്ടോ അതോ ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. വന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ എല്ലാ കൊല്ലവും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, സിനിമകളാണോ ഇഷ്ടപ്പെട്ടത് അതോ ഇവിടുത്തെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെയാണോ? എനിക്ക് 2 ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം എനിക്ക് ഈ കൊല്ലം എനിക്ക് സിനിമകൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ ആരുമില്ല. അതുകൊണ്ട് ഓളം വയ്ക്കാൻ എനിക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പടം കണ്ടിട്ട് അടുത്ത വർഷം മുതൽ ഓളം കൂടെ വയ്ക്കാനാണ് ഞാനിപ്പോൾ. അപ്പം സിനിമകളൊക്കെ കണ്ടായിരുന്നു? അപ്പം ഈ കൊല്ലം കണ്ട ഒരു നല്ല IFFK കണ്ട ഒരു നല്ല സിനിമ, ഒരു മോശം സിനിമയും പറയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം 2 പടമുണ്ട്, സ്റ്റോളനും പിന്നെ എ മാച്ചും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത മൂവി ആഡിയോ ഫിലിപ്പിൻ എന്നും പറഞ്ഞ ഒരു പടമാണ്. അത് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം എന്താണ്? കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് അതിനകത്ത് കണ്ടൻറ്റ് അത്ര ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2 പെൺപിള്ളേർ ഒരുത്തനെ പ്രേമിക്കുന്നു, എന്നിട്ട് അവർ ട്രിപ്പിന് പോകുന്നു. കണ്ടിരിക്കാൻ എനിക്കത്ര തോന്നിയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ. നൈറ്റ് ലൈഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ബേസിക്കലി കോട്ടയംകാരനായതുകൊണ്ട് കോട്ടയത്ത് അങ്ങനെ ഇപ്പോൾ രാത്രി 11 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കിടന്നുറങ്ങുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ മാനവീയത്താണെങ്കിലും ഇപ്പോൾ ഓരോ സ്ഥലത്താണെങ്കിലും ഇപ്പോൾ ഇവിടെ നല്ല നൈറ്റ് ലൈഫ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പം ഈ വട്ടം IFFK എന്നൊരു നല്ല സിനിമയും ഒരു മോശം സിനിമയും പറയാമോ? പേഴ്സണലി ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കോബ്വെബ് എന്ന് പറയും. ഇന്നലെ നൈറ്റ് നിശാഗന്ധിയിൽ കണ്ട പടം. കൊറിയൻ ഫിലിമാണ്, ജീവൂൻ കിമ്മാണ് ഡയറക്ഷൻ. അപ്പം അത് ഭയങ്കര സിനിമയാണ്. അത് ഞാൻ പേഴ്സണലി എല്ലാവർക്കും, എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണ്. കോബ്വെബ് അടിപൊളിയാണ്. ഞങ്ങൾ എന്തെങ്കിലും കോളേജിൽ ഫെസ്റ്റിവൽ എന്തെങ്കിലും നടക്കുമ്പം അത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് പേഴ്സണൽ ഇതുവരെ കണ്ടതിൽ കേട്ടോ. മറ്റു ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഗ്രൂപ്പിലും അത് ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടതിൽ കോബ്വെബ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബാക്കി കുറേ സിനിമകൾ ഇന്ന് രാത്രിയും നാളേക്കായിട്ട് കാണണമെന്നുണ്ട്. വേറെ ഒരുപാട് പടങ്ങളുണ്ട്, നല്ല പടങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മോശം സിനിമ പേഴ്സണലി കുറച്ച് വർഷങ്ങളായിട്ട് ഞാനും ഒരു സിനിമാക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണല്ലോ. അപ്പം ഞാൻ ആദ്യം ബോധപൂർവ്വം, ഇപ്പോൾ അബോധപൂർവ്വം തന്നെ അങ്ങനെ ഒരു സിനിമയും മോശമായിട്ട് കാണുന്നില്ല. എല്ലാ സിനിമയിലും നമുക്ക് പഠിക്കാനുണ്ട്, എല്ലാ സിനിമയും പാഠപുസ്തകങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പം ചില സിനിമകൾ പേഴ്സണലി
അത്ര നല്ലതല്ല എന്ന് അനുഭവപ്പെട്ടാലും അത് ഞാൻ ഒരിക്കലും അതൊരു പേഴ്സണലി പോലും ഞാൻ അങ്ങനെ അത്ര ഷെയർ ചെയ്യാറില്ല. അത് ആ സിനിമയിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പം അതങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് അതിപ്പം ഒരു വെറുതെ ഒരു ചുമ്മാ പറയുന്നതല്ല. ഇനിഷ്യലി ഇവൻച്വലി വർഷങ്ങൾ കൊണ്ട് ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ മോശം സിനിമയായിട്ട് ഒരു സിനിമയും കാണുന്നില്ല. എല്ലാ സിനിമയും ഒരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇവൻച്വലി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ ഈ സിനിമയുടെ ഒരു സെറ്റിങ്സ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ അതിൽ സെറ്റ് ആവുക, കാണുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ IFFK വരുമ്പോൾ കുറേ പേര് സിനിമ കാണാൻ മാത്രമല്ല ഇവിടുത്തെ ആ ഒരു വൈബും നൈറ്റ് ലൈഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹം കൊണ്ടാണോ ഇങ്ങോട്ട് വന്നത്? തീർച്ചയായിട്ടും അതും ഇതിൻ്റെ ഭാഗമാണ്. മാനവീയ വീതിയിലും അവിടെയൊക്കെ ഡാൻസും പരിപാടികളൊക്കെ ഇപ്പം പേഴ്സണലി കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് പരിചയമില്ലാത്തവരൊക്കെയാണ്. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് അവരൊക്കെ ഒരു ടീമായിട്ടൊക്കെ നിന്നിട്ട് ഡാൻസും കൊളീഗ്സൊക്കെ ഫാക്കൽറ്റീസൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പരിപാടികളും ഒക്കെ ആയിട്ട് അത് ചില ചാനൽസൊക്കെ ഇങ്ങനെ അവരുടെ ഇൻസ്റ്റാ പേജിൽ അപ്പോൾ നല്ല രസമുണ്ട്. അപ്പം ഈ കൊല്ലം അതായത് തിയേറ്റർ റിലീസായത് IFKയിലുള്ളതല്ല, തിയേറ്റർ റിലീസായതിൽ കണ്ട ഒരു നല്ല സിനിമയും ഒരു മോശം സിനിമയും പറയാമോ? തിയേറ്ററിൽ കണ്ടതിൽ സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർ വേഴ്സ് ഭയങ്കര സിനിമയായിരുന്നു. പിന്നെ നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നുള്ള GOTG 3 ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി അല്ലേ വോളിയം 3 അല്ലേ ഇപ്പോൾ വോളിയം 3 അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി ആൻമാൻ ഈ വർഷം തന്നെ ആയിരുന്നില്ലേ, ആൻമാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയും ഒക്കെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് വന്ന സിനിമകളെല്ലാം എനിക്ക് പേഴ്സണലി എല്ലാം വർക്കായ സിനിമകളാണ്, എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പിന്നെ ഇത് സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർ വേഴ്സ്, പിന്നെ നമ്മുടെ ജിഗർ തണ്ട XX ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഗരുഡൻ, ഫീനിക്സ് ഓൾമോസ്റ്റ് നല്ല സിനിമകളായിരുന്നു. അപ്പം മോശം സിനിമ പറയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ബ്രോ, അപ്പം ഒരുപാട് കൊല്ലമായിട്ട് നിങ്ങൾ രണ്ടുപേരും IFFK ആണോ അതോ ഇത് ഫസ്റ്റ് ടൈം ആണോ? എൻ്റെത് ഡെലിഗേറ്റ് ആയിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ്. ഡെലിഗേറ്റ് ആയിട്ട് ആദ്യമായിട്ടാണ്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, അല്ലാണ്ട് നിശാഗാന്ധിയിൽ ഫ്രീ എൻട്രി കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പടം കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇപ്പോൾ ഡെലിഗേറ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം. വന്നിട്ട് ഒരുപാട് സിനിമകൾ കണ്ടോ അതോ ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ സാധിച്ചിട്ടുള്ളോ? ഇപ്രാവശ്യം ഒരുപാട് പടം കണ്ട് ഏകദേശം. കണ്ടതിലൊരു നല്ല സിനിമയും ഒരു മോശം സിനിമയും പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട മീ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട്. മോശം സിനിമ എന്ന് പറയാൻ നമ്മൾ ഒരു പടം പകുതി വെച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, അതാണെന്ന് തോന്നുന്നു. എനിക്കും മീ ക്യാപ്റ്റനാണ് ഇഷ്ടം. പിന്നെ ഓമൻ ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. അത് എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചായിരിക്കും. അപ്പം പിന്നെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഒരു നൈറ്റ് ലൈഫും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം IFFK വരുമ്പം എല്ലാവരും അതാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളും അതൊക്കെ പ്രതീക്ഷിച്ചാണോ വന്നത്? മെയിനായിട്ട് ഇപ്രാവശ്യം ഡെലിഗേറ്റ് പാസ് എടുത്തത് അതിന് തന്നെയായിരുന്നു, കുറച്ച് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുക, പിന്നെ ജാമിങ് ഒക്കെ ചെയ്യാമെന്ന്. പക്ഷേ ഇപ്രാവശ്യം കുറവാണെന്നാണ് എൻ്റെ ഒരു പൊതുവിലത്തെ ഒരു ഇത്. കഴിഞ്ഞ വട്ടത്തിൻ്റെ അത്ര ഒരു എത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വർക്കിംഗ് ചെയ്യുന്നത്. അപ്പം വൈകിട്ട് കുറച്ച് 2 പടം മാക്സിമം 2-3 പടം ഇങ്ങനെ കാണണ്ടേ. അപ്പം ജാമിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ്. പടം കാണാൻ കയറും, അതാണ്.